അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത് കോഡ് ഡിപ്ലോയ് ലാംഡയുമായിട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് ലാംഡയിലോട്ട് എങ്ങനെ നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് നടത്താം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. ഇത് നമ്മളൊരു വെരി ഹൈ ലെവലിൽ മാത്രമേ നോക്കുന്നുള്ളൂ, അല്ല നമ്മൾ ലാംഡ ഫംഗ്ഷൻസ് ഒന്നും ഇവിടെ എഴുതുന്നില്ല. ഓക്കെ, നമുക്ക് ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് AWS കോഡ് ഡിപ്ലോയ് എടുത്തിട്ട് അതിൽ നമുക്കൊരു പുതിയൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഈ ഒരു എക്സാമ്പിളിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു പേര് കൊടുക്കാം, മൈ ലാംഡ ആപ്ലിക്കേഷൻ, അങ്ങനെ ഒരു പേര് നമുക്ക് ഫോർ എക്സാമ്പിൾ കൊടുക്കാം ഇവിടെ. അപ്പോൾ നമുക്കിതിൽ കമ്പ്യൂട്ട് പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നത് നമ്മൾ മുമ്പ് എക്സാമ്പിളിൽ നമ്മൾ നോക്കിയത് EC2 അല്ലെങ്കിൽ ഓൺ പ്രമിസസ് ആണ് നോക്കിയത്. നമ്മളിപ്പോൾ ലാംഡയിലോട്ടാണ് ഡിപ്ലോയ് ചെയ്യാനുള്ള എക്സാമ്പിളാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ AWS ലാംഡ നമ്മൾ സെലക്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ക്രിയേറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ EC2 ഡിപ്ലോയ് ചെയ്തപ്പോൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വേണ്ട നമുക്കൊരു ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ എടുക്കാം. നമുക്ക് അത് കഴിഞ്ഞ് നമുക്കൊരു പേര് കൊടുക്കാം, ലാംഡ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ്, അങ്ങനെ എന്തെങ്കിലും നമുക്കൊരു പേര് കൊടുക്കാം. അത് കഴിഞ്ഞ് സർവീസ് റോൾ, നമുക്ക് സർവീസ് റോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ EC2 ഡിപ്ലോയ് ചെയ്ത കോഡ് ഡിപ്ലോയുടെ ആ റോള് മതിയാവില്ല നമുക്ക് ലാംഡയിലോട്ട് ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് പുതിയൊരു റോള് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റോൾസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് IAM സർവീസ് എടുക്കാം. അപ്പോൾ IAM ഞാൻ സർവീസ് പുതിയൊരു ടാബിലൂടെ ഓപ്പൺ ചെയ്തു. നമുക്ക് IAM സർവീസിൽ നമുക്ക് വേണ്ടത്, എന്നിട്ട് നമുക്ക് റോൾസ് എടുക്കാം. റോൾസ് എടുത്തിട്ട് നമുക്ക് പുതിയൊരു റോൾ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ക്രിയേറ്റ് റോൾ എടുത്തു. അവിടെ നമുക്കിവിടെ വേണ്ടത് AWS സർവീസസിൻ്റെ ലിസ്റ്റിൽ നിന്ന് നമുക്ക് കോഡ് ഡിപ്ലോയ്, നമ്മൾ അതെല്ലാം സെയിം തന്നെയാണ്. നമുക്ക് കോഡ് ഡിപ്ലോയ് എടുത്തിട്ട് ഇവിടെ നമ്മൾ ആദ്യം കോഡ് ഡിപ്ലോയ് ആണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ കേസ് സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് കോഡ് ഡിപ്ലോയ് ഫോർ ലാംഡ എന്നുള്ളൊരു സെലക്ഷനാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുക്കുക. ബാക്കി ആ ഡിഫോൾട്ട് ഒരു പോളിസി മാത്രമേ അതിനുള്ളൂ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് എന്നിട്ടൊരു പേര് കൊടുക്കാം, കോഡ് ഡിപ്ലോയ് റോൾ ഫോർ ലാംഡ എന്ന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്കൊരു പേര് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ക്രിയേറ്റ് റോൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ പുതിയൊരു കോഡ് ഡിപ്ലോയ് റോൾ ഫോർ ലാംഡ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ റോൾ നമ്മൾ ലാംഡയിലോട്ട് ഡിപ്ലോയ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് കോഡ് ഡിപ്ലോയ്ക്ക്. വീണ്ടും നമ്മുടെ കോഡ് ഡിപ്ലോയ് നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് ആ ഒരു പേജ് എടുക്കാം. നമുക്കൊന്ന് റിഫ്രഷ് ചെയ്യാം, എന്നാൽ മാത്രമേ ആ ഒരു പുതിയ റോൾ ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വരുള്ളൂ. ഓക്കെ, നമുക്കിവിടെ പേര് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കൊടുക്കാം, ലാംഡ ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന നമുക്കൊരു പേര് ഞാൻ എക്സാമ്പിൾ കൊടുത്തു. അത് കഴിഞ്ഞ് സർവീസ് റോൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത റോളാണ് സെലക്ട് ചെയ്യേണ്ടത്. കോഡ് ഡിപ്ലോയ് റോൾ ഫോർ ലാംഡ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുമ്പോൾ ഈ ഒരു കാര്യം കുറച്ച് ശ്രദ്ധിക്കേണ്ട പുതിയൊരു കാര്യമാണ്. അതായത് ഡിപ്ലോയ്മെൻറ്റ് സെറ്റിങ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, അതായത് കോഡ് ഡിപ്ലോയ് ഡിഫോൾട്ട് കുറേ നിങ്ങൾ ലിസ്റ്റ് ഔട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടൈപ്സ് മെയിനായിട്ട് കാണാൻ പറ്റും. ഒന്ന് ലീനിയറും പിന്നൊന്ന് കാനറിയും ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതെന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് തന്നെ ഡോക്യുമെൻറ്റേഷൻ നോക്കി മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പോൾ അതൊന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട പുതിയൊരു കാര്യമാണ്. അതായത് ഡോക്യുമെൻറ്റേഷനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിവിടെ വെൻ യു ഡിപ്ലോയ് ടു AWS ലാംഡ കമ്പ്യൂട്ട് പ്ലാറ്റ്ഫോം ഡിപ്ലോയ്മെൻറ്റ് കോൺഫിഗറേഷൻ സ്പെസിഫൈസ് ദ വേ ട്രാഫിക് ഈസ് ഷിഫ്റ്റഡ് ടു ന്യൂ ലാംഡ ഫംഗ്ഷൻ വെർഷൻസ്. അതായത് നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മളിപ്പോൾ ഡിപ്ലോയ്മെൻറ്റ് നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പഴയൊരു ലാംഡ വെർഷനിൽ നിന്ന് പുതിയൊരു വെർഷനിലേക്ക് അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഡിപ്ലോയ്മെൻറ്റ് ലാംഡയിലോട്ട് ചെയ്യുമ്പോഴും അതിനാണല്ലോ നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ലാംഡയിലോട്ടാണെങ്കിൽ നമ്മളിപ്പോൾ EC2 കേസാണെങ്കിൽ പുതിയ റിവിഷൻസ്, EC2 ആപ്ലിക്കേഷൻ റിവിഷൻ പുതിയത് വരും. അപ്പോൾ അതുപോലെ ലാംഡയിലോട്ട് ചെയ്യുമ്പോൾ പഴയ റിവിഷൻ മാറിയിട്ട്, പഴയ വെർഷൻ മാറിയിട്ട് പുതിയ ലാംഡ വെർഷൻ അവിടെ അപ്ഡേറ്റ് ആവും. അതാണ് സംഭവിക്കുന്നത് നമുക്ക് ഡിപ്ലോയ്മെൻറ്റ് നടത്തുമ്പോൾ സംഭവിക്കുമ്പോൾ. അപ്പം സ്വാഭാവികമായിട്ടും പഴയതിലോട്ട് പോയിക്കൊണ്ടിരുന്ന ട്രാഫിക്ക് അപ്ഡേറ്റ് ആയി ഷിഫ്റ്റ് ചെയ്ത് പുതിയ നമ്മൾ അപ്ഡേറ്റ് ആയി ഡിപ്ലോയ്മെൻറ്റ് കഴിയുമ്പോൾ അപ്ഡേറ്റ് ആയി വരുന്ന ലാംഡ ഫംഗ്ഷനിലോട്ട് വരും ട്രാഫിക്ക്. അപ്പോൾ അങ്ങനെ അതിനുള്ള കോൺഫിഗറേഷനാണ് ആ രണ്ട് ടൈപ്പ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഡിപ്ലോയ്മെൻറ്റ് കോൺഫിഗറേഷൻ സ്പെസിഫൈസ് ദ വേ ട്രാഫിക് ഈസ് ഷിഫ്റ്റഡ് ടു ദ ന്യൂ ലാംഡ ഫംഗ്ഷൻ. അത് നമ്മൾ അത് ഏത് രീതിക്ക് പുതിയ വെർഷൻ ലാംഡ ഫംഗ്ഷനിലോട്ട് ട്രാഫിക് ഷിഫ്റ്റ് ആവണം എന്നുള്ളതാണ് അവിടെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് രണ്ട് ടൈപ്പാണ് ഉള്ളത്, മൂന്ന് ടൈപ്പ് വരും ടോട്ടലായിട്ട്. അതായത് ഒന്ന് കാനറി എന്ന് പറയും, പിന്നൊന്ന് ലീനിയർ എന്ന് പറയും, പിന്നൊന്ന് ഓൾ അറ്റ് വൺസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിഫറൻസസ് എന്താണ് ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കാം. ഇപ്പോൾ ഡോക്യുമെൻറ്റേഷനിൽ ഒരു ലിങ്ക് ഉണ്ട്, ഡിപ്ലോയ്മെൻറ്റ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ കാനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആ ട്രാഫിക് ഷിഫ്റ്റ് നടക്കുന്നത് മൊത്തം 2 സ്റ്റെപ്പായിട്ടായിരിക്കും നടക്കുന്നത്. അതായത് ഷിഫ്റ്റഡ് ഇൻ 2 ഇൻക്രിമെൻറ്റ്സ്, 2 ഇൻക്രിമെൻറ്റ്സ് ആയിട്ട് ആ ടോട്ടൽ ട്രാഫിക് ഷിഫ്റ്റിംഗ് കഴിയും. അപ്പം ഇതിൽ
നമുക്കൊരു പെർസെൻറ്റേജ് ഉണ്ട്. ആ ഒരു പെർസെൻറ്റേജ് ട്രാഫിക് ആദ്യം ഒരു ഷിഫ്റ്റ് നടക്കും, എന്നിട്ട് ഒരു സ്പെസിഫിക് ഇൻ്റർവെൽ ടൈം കഴിഞ്ഞിട്ട് അടുത്ത ഷിഫ്റ്റ് നടക്കും. അങ്ങനെ 2 ഷിഫ്റ്റായിട്ട് 2 ഇൻക്രിമെൻറ്റ്സ് ആയിട്ടാണ് നമുക്ക് കാനറിയിൽ നടക്കുന്നത്. അത് തന്നെ കുറേ പ്രീ ഡിഫൈൻഡ് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ഫസ്റ്റ് ഷിഫ്റ്റ് നടക്കണം, അത് കഴിഞ്ഞ് എത്ര മിനിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ഇൻക്രിമെൻറ്റ് നടക്കണമെന്നുള്ളത് ആ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കത് സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതാണ് കാനറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോഡിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാനറിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു സ്പെസിഫിക് പെർസെൻറ്റേജ് ആദ്യം ഷിഫ്റ്റ് ആവും ട്രാഫിക്ക്, അത് കഴിഞ്ഞ് അടുത്ത ഫുള്ളായിട്ട് അങ്ങ് ഷിഫ്റ്റ് ആവും അടുത്തതിൽ. അപ്പോൾ എന്തെങ്കിലും ബഗ്ഗോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഷിഫ്റ്റിൽ ഫുള്ളായിട്ട് അങ്ങ് ട്രാഫിക്ക് മാറുമ്പോൾ അപ്പോൾ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ലീനിയറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ലീനിയറിൽ സംഭവിക്കുന്നത് അങ്ങനെ 2 ഷിഫ്റ്റായിട്ട് 2 ഇൻക്രിമെൻറ്റ്സ് ആയിട്ടല്ല ട്രാഫിക്ക് ഷിഫ്റ്റ് ആവുന്ന ടോട്ടൽ ട്രാഫിക്ക്. അതിന് പകരം ഈക്വൽ ഇൻക്രിമെൻറ്റ്സ് ആയിട്ട് ഈക്വൽ നമ്പർ ഓഫ് ഇടയ്ക്ക് മിനിറ്റ്സ് ഒരു ഇൻ്റർവെൽ വെച്ചിട്ട് പതുക്കെയാണ് ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നത്. അത് എത്രയാണെന്നുള്ളത് പ്രീ ഡിഫൈൻഡ് ലീനിയർ ഓപ്ഷൻസ് നമുക്ക് ആ ഡ്രോപ്പ് ഡൗണിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് വളരെ പതുക്കെ ചെറിയ കുറച്ചായിട്ട് ട്രാഫിക്ക് പഴയ വെർഷനിൽ നിന്നും പുതിയ വെർഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യിച്ചാൽ മതി, ഒരു ഈക്വൽ സെറ്റ് ഓഫ് ഇൻ്റർവെൽ വെച്ചിട്ട്. അങ്ങനെ അതാകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സേഫാണ്. എന്തെങ്കിലും പുതിയ വെർഷനിൽ ബഗ്ഗോ കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് അഫക്റ്റ് ചെയ്യാതിരിക്കും. പുതിയൊരു റിവിഷൻ ഒറ്റയടിക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കാൻ ചാൻസ് ഉള്ളതുപോലെ. അപ്പം ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഈക്വൽ ഇൻക്രിമെൻറ്റ്സ് വെച്ചിട്ട് ഈക്വൽ നമ്പർ ഓഫ് മിനിറ്റ്സിൻ്റെ ഇൻ്റർവെല്ലിലാണ് ഷിഫ്റ്റിംഗ് നടക്കുന്നത്. അതാണ് ലീനിയറിൽ സംഭവിക്കുന്നത്. ഓൾ അറ്റ് വൺസ് എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പഴയ വെർഷനിൽ നിന്നും പുതിയ വെർഷനിലേക്ക് ഒറ്റയടിക്ക് ട്രാഫിക് ഷിഫ്റ്റായി വരും. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ട് 3 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് കാനറി, പിന്നെ ഒന്ന് ലീനിയർ, പിന്നെ ഓൾ അറ്റ് വൺസ്. അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ കോഡ് ഡിപ്ലോയ് അതിലോട്ട് പോവാം. അപ്പോൾ നമുക്കിതിൽ അതനുസരിച്ച് നമുക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് നമ്മുടെ നീഡ് എന്താണോ അതനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് ഓൾ അറ്റ് വൺസ് മതിയെങ്കിൽ അതിപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കി സെറ്റിങ്സ് എല്ലാം പഴയതുപോലെ തന്നെയാണ്. നമുക്ക് ട്രിഗേഴ്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, അലാംസ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, റോൾ ബാക്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അതെല്ലാം പഴയതുപോലെ തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ക്രിയേറ്റ് ഡിപ്ലോയ്മെൻറ്റ് ഗ്രൂപ്പ് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരുന്നത്, നമ്മൾ EC2 ഡിപ്ലോയ് ചെയ്തപ്പോൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു ആപ്സ്പെക് ഫയലിൻ്റെ നീഡ് വരില്ലേ എന്ന് നിങ്ങൾക്ക് ഒരു നീഡ് വരും. അപ്പം നമുക്ക് ലാംഡയിലോട്ട് ഡിപ്ലോയ് ചെയ്യാൻ ആക്ച്വലി അതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടൊരു നീഡ് ആവശ്യമില്ല. അതിന് പകരമായിട്ട് നമുക്ക് അതൊന്ന് എടുക്കാം. അതിന് പകരമായിട്ട് ഇവിടെ കോഡ് ഡിപ്ലോയ് ചെയ്യാൻ തന്നെ അത് മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് വളരെ സിമ്പിളായിട്ട് 2 സ്റ്റെപ്പ് മാത്രമേ ഇതിൻ്റെ ആപ്സ്പെക് ഫയലിൽ ഈ ഒരു ഫ്ലോയിൽ ഉള്ളൂ. ഒന്ന് ബിഫോർ അലോ ട്രാഫിക്കെന്നും പിന്നൊന്ന് ആഫ്റ്റർ അലോ ട്രാഫിക്കെന്നും എന്നുള്ള 2 സ്റ്റെപ്സാണ് ഇവിടുത്തെ ആപ്സ്പെക് ഫയലിൽ ഉള്ളത്. ഇത് കോഡ് ഡിപ്ലോയ് തന്നെ മാനേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ EC2 ഡിപ്ലോയ് ചെയ്തപ്പോൾ സംഭവിച്ചതുപോലെ S3യിൽ നിന്ന് ആ ഒരു കോഡ് ബണ്ടിൽ ഡൗൺലോഡ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് ഡിപ്ലോയ് ചെയ്യേണ്ട ആ സ്റ്റെപ്സ് ഒന്നും ഇവിടെ ഇല്ല. അതിന് പകരം അതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് കോഡ് ഡിപ്ലോയ് തന്നെയാണ് ഇവിടെ മാനേജ് ചെയ്യുന്നത് ലാംഡയിലോട്ട് ഡിപ്ലോയ് ചെയ്യേണ്ട ഈ ഒരു കേസിൽ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്ന സ്റ്റെപ്സ് ഇങ്ങനെയാണ്. നമ്മുടെ കോഡ് ഡിപ്ലോയ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കോഡ് ഡിപ്ലോയ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഡിപ്ലോയ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുതിയ വെർഷൻ ലാംഡ ക്രിയേറ്റ് ആയി. അപ്പോൾ അതിന് ക്രിയേറ്റ് ആയിട്ട് ട്രാഫിക് അലോ ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു ഹുക്കുണ്ട്, ബിഫോർ അലോ ട്രാഫിക് എന്ന് പറഞ്ഞൊരു ഹുക്കുണ്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ വീണ്ടും ഒരു ലാംഡ ഫംഗ്ഷൻ കോൾ ചെയ്യാം, എന്നിട്ട് ചെക്ക് ചെയ്യാം കറക്റ്റായിട്ടാണോ ഡിപ്ലോയ്മെൻറ്റ് നടന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ടാണ് ട്രാഫിക് അലോ ചെയ്യുന്നത്, എന്നിട്ട് പുതിയ ക്രിയേറ്റ് ആയ പുതിയ ലാംഡയിലോട്ട് ട്രാഫിക് അലോ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഹുക്കുണ്ട്, ആഫ്റ്റർ അലോ ട്രാഫിക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ആ ഹുക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഡിപ്ലോയ്മെൻറ്റ് കറക്റ്റായിട്ടാണോ നടന്നത്, അത് കഴിഞ്ഞിട്ടുള്ള കോൺഫിഗറേഷൻസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം ബേസിക്കലി നമുക്കിവിടെ 2 ഹുക്സാണ് ഉള്ളത്. ഒന്ന് ബിഫോർ അലോ ട്രാഫിക്കും, അതായത് പുതിയ ലാംഡ വെർഷൻ ഡിപ്ലോയ് ചെയ്ത ശേഷം ട്രാഫിക് അലോ ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു ഹുക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ട്രാഫിക് അലോ ചെയ്ത ശേഷം വീണ്ടും നമുക്ക് അടുത്ത ഒരു ഹുക്കും അവൈലബിൾ ആണ്. അപ്പോൾ 2 ഹുക്സാണ് നമുക്കിവിടെ ബേസിക്കലി വരുന്നത് മൊത്തം. അപ്പോൾ നമ്മുടെ ഹുക്ക് ഫയൽ ആക്ച്വലി ഈ ഒരു മോഡിലായിരിക്കും കിടക്കുന്നത്. 2 ഹുക്സ് മാത്രമേ നമ്മുടെ ആപ്സ്പെക് ഫയൽ ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു എക്സാമ്പിളിലായിരിക്കും കിടക്കുന്നത്. അതായത് 2 ഹുക്സ് മാത്രമേ ഇതിലുള്ളൂ. അതായത് ഒന്ന് ബിഫോർ അലോ ട്രാഫിക്കും ആ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യേണ്ട ആ ഒരു സെക്ഷനും, പിന്നൊന്ന് ആഫ്റ്റർ അലോ ട്രാഫിക് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹുക്ക് കോൾ ചെയ്യേണ്ട ആ ഒരു ഫംഗ്ഷൻ നെയിമും ഇവിടെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ആപ്സ്പെക് ഫയൽ ഉണ്ടായിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് ഐഡിയ ഇതാണ്. നമ്മളിപ്പോൾ ആക്ച്വലായിട്ടൊരു ലാംഡ ഫംഗ്ഷൻ ഇവിടെ ഡിപ്ലോയ് ചെയ്യുന്നില്ല, കാരണം അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം ഇവിടെ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഈ ഡിപ്ലോയ്മെൻറ്റ് കോൺഫിഗറേഷൻ മനസ്സിലാക്കുക. കാരണം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യനായിട്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. അതായത് ഹുക്സ്, ബേസിക്കലി 2 ഹുക്സാണ് ഈ ലാംഡ ഡിപ്ലോയ് ചെയ്യുന്ന ആപ്സ്പെക് ഫയലിൽ മെയിനായിട്ട് ഉണ്ടാകുക. ആപ്സ്പെക് ഫയൽ ആവശ്യമായിട്ടുണ്ട്, പക്ഷേ നമുക്ക് മറ്റേതുപോലുള്ള രീതിക്കുള്ള ആപ്സ്പെക് ഫയൽ ഇവിടെ ഇല്ല. ഇവിടെ ബേസിക്കലി 2 ഹുക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഇല്ല എന്ന് പറഞ്ഞെങ്കിൽ ക്ഷമിക്കുക. നമുക്കിവിടെ 2 ആസ്പെക്ട് ഫയൽ നമുക്കുണ്ട്, പക്ഷേ 2 ഹുക്സ് മാത്രമേ ഇവിടെ ബേസിക്കായിട്ട് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമുക്ക് ലാംഡയിലോട്ട് ഡിപ്ലോയ് ചെയ്യേണ്ടി വരുന്ന ഈ ഒരു പ്രൊസീജിയർ സ്റ്റെപ്സിൽ നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. അപ്പം ഇതാണ് ബേസിക്കലി ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് അല്ലാതെ റിയൽ ടൈമിൽ ചെയ്ത് നോക്കുന്നെങ്കിലും ബേസിക്കായിട്ട് മനസ്സിലാക്കി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കോഡ് ഡിപ്ലോയിഡ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി കോഡ് പൈപ്പ് ലൈൻ ആണ് നോക്കേണ്ട നെക്സ്റ്റ് ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഈ ഒരു സെക്ഷൻ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാം.